മഹാനവറുകളുടെ പേരെന്താണ്? ഒറിജിനൽ പേര്, ഒറിജിനൽ എന്ന് പറഞ്ഞാൽ മഹാനവറുകളുടെ പേര് അബ്ദുൽ ഖാദിർ എന്നാണ്. അബ്ദുൽ ഖാദിർ. ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്താലോ. പേര് നമ്മുടെ മക്കൾക്ക് ഇപ്പൊ പേരിടാറുണ്ട് അല്ലെ. ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്ന ആളുകളാണ് പല ഉമ്മമാരും വാപ്പമാരും. ഭാര്യ ഗർഭിണിയാകുമ്പോ തന്നെ, ആ സഹോദരി ഗർഭിണിയാകുമ്പോ തന്നെ എന്താണ്, കുട്ടിയാണാണോ എന്നറിയില്ല, പെണ്ണാണോ എന്നറിയില്ല, പക്ഷെ പേര് റെഡിയാക്കി വെക്കാറുണ്ട് പലരും. ആയിക്കോട്ടെ, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ പേരിടുമ്പോൾ അർത്ഥമുള്ള നല്ല പേരുകൾ, മഹാന്മാരുടെ പേരുകൾ ഒക്കെ ഇട്ടാൽ അത് വലിയ ഗുണമാണ്. നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു പേരാണ് അബ്ദുൽ ഖാദിർ എന്ന്. പക്ഷെ ഇത് പറയുമ്പോൾ തന്നെ പലരും മുഖം ചുളിക്കുകയാണ്. അബ്ദുൽ ഖാദിർ എന്ന് എന്റെ മോനിക്ക് പേരിടാനോ, അല്ലെങ്കിൽ അബ്ദുൽ ഖാദിർ എന്ന് എന്റെ പേരക്കുട്ടിക്ക് പേരിടാനോ, അത് വേറെ പണി നോക്ക് എന്ന് പറയും അല്ലെ. ഇന്നിപ്പോ അസ്ലിൻ, ഐസിൻ, അങ്ങടിൻ, ഇസിൻ, ഇസിൻ എന്നൊക്കെ പറഞ്ഞ കുറെ സിൻ കേൾക്കുന്ന പേരുകളാണ് അല്ലെ. അർത്ഥം ചോദിച്ച അള്ളാഹു ആലം. ഏതെങ്കിലും ഒരു പേരിന്റെ അർത്ഥം ചോദിച്ച് ഉസ്താദിന് അറിയില്ലെങ്കിൽ ഈ ഉസ്താദിന് ഒന്നും അറിയില്ല എന്ന് പറയുന്ന സമൂഹമാണ് ഇന്നത്തെ പല ആളുകളും. പറഞ്ഞു വന്നത്, ഇന്ന് പേരിടുന്നത് പേർഷ്യൻ പേരുകളാണ്, അല്ലെങ്കിൽ എന്താ വേറെ ഏതെങ്കിലും രാജ്യത്തെ ഏതെങ്കിലും ഒരു സിനിമാ നടന്റെ പേരുകളാണ് ഇന്നിടുന്നത്. ഇപ്പോ ഈ പേരിന്റെ പറ്റി പറയുമ്പോൾ 1970-80 കാലങ്ങളിലൊക്കെ, അതിന് മുമ്പേ ഉള്ള നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പണ്ട് മുതലേ ഇട്ടുവരുന്ന ചില പേരുകളുണ്ട്. അത് കേരളത്തിൽ മാത്രമുള്ള ചില പേരുകളാണ്. ഒന്ന് അഹമ്മദ് കുട്ടി, അതുപോലെ തന്നെ മുഹമ്മദ് കുട്ടി, മുഹമ്മദ് കുഞ്ഞ്, അതുപോലെ തന്നെ എന്താണ് മൊയ്തീൻ കുഞ്ഞ്, ഇങ്ങനെ ചില കുഞ്ഞ്, കൊച്ച്, ഇപ്പൊ കൊച്ചു മുഹമ്മദ്, അങ്ങനെയൊക്കെ പേരുണ്ടല്ലോ. അതൊക്കെ കേരളത്തിൽ നമ്മൾ ഇടുന്ന പേരുകളാണ്. വേറെ ഒന്നുമില്ല, നമ്മുടെ ആ നാടുമായി ബന്ധപ്പെട്ടു ഇഴുകിച്ചേർന്ന ആളുകൾ അതിൽ ഇടുന്ന പേരുകളാണ്. എന്തുമാവട്ടെ, അത് തെറ്റാണെന്നല്ല. അങ്ങനെ ഇടുന്ന പേരുകൾ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് എത്ര പേര് സ്വന്തം മക്കൾക്ക് അത്തരത്തിലുള്ള പേരുകൾ ഇടുന്നുണ്ട്? അതായത് കൊച്ചു മുഹമ്മദ് എന്ന പേര് ഇടണമെന്നല്ല, ആ മുഹമ്മദ് എന്ന പേര് എത്ര പേര് ഇടുന്നുണ്ട്? ഈ മൊയ്തീൻ എന്ന് പറഞ്ഞാൽ മൊയ്തീൻ എന്ന് മലയാളീകരിച്ച് ചിലപ്പോൾ വിളിക്കുന്നതായിരിക്കും. മൊയ്തീൻ എന്നത് അറബി വാക്കെന്നല്ല, മുഹയ്യിദ്ദീനാണ്. മുഹയ്യിദ്ദീനാണ് ഇത് മൊയ്തീനായി മാറിയത്. അതുപോലെ കുഞ്ഞു മൊയ്തീൻ, മൊയ്തീൻ കുഞ്ഞ്, അങ്ങനെ പല പല പേര് പറയാറുണ്ട്. മൊയ്തീൻ എന്നല്ല, ഇടുന്ന ആളുകൾ ഉണ്ടായിക്കോട്ടെ, അതല്ല ഞാൻ പറഞ്ഞത്. പേര് അതിന്റെ യഥാർത്ഥ അസ്ൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം മുഹയ്യിദ്ദീനാണ്. മുഹയ്യിദ്ദീനിൽ നിന്നാണ് പിന്നീട് മൊയ്തീനൊക്കെ ആയി മാറിയത്. പിന്നെ അബ്ദുൽ ഖാദിർ എന്ന പേര്, ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്താണ്. അബ്ദുൽ ഖാദിർ കേൾക്കുമ്പോൾ നമ്മുടെ പെട്ടെന്ന് മനസ്സിലാന്ന് വരുന്നത് എന്താ? നമ്മുടെ വീടിന്റെ അപ്പുറത്തുള്ള, നമ്മുടെ വീടിന്റെ അയൽവാസിയായ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു തലയെക്കെട്ടൊക്കെ കെട്ടി ഒരു കഷണ്ടിയായ, അല്ലെങ്കിൽ എന്താണ് ഒരു മുറുക്കി തുപ്പുന്ന പല്ലൊക്കെ പോയ ഒരു ഉപ്പാപ്പ അല്ലെ, ഒരു വയസ്സായ കാരണവര്, മൂപ്പരെയാണ് നമുക്ക് അബ്ദുൽ ഖാദിർ കാക്ക എന്ന് വെക്കുമ്പോൾ അങ്ങനെയാണ് ഓർമ്മ വരുന്നത്. പക്ഷേ അബ്ദുൽ ഖാദിർ എന്ന് പറഞ്ഞാൽ വയസ്സന്മാർക്കുള്ള ഒരു പേരായി പലരും കൊടുത്തു കഴിഞ്ഞു. ഒരിക്കലും അങ്ങനെയല്ല. മുഹമ്മദ് കുട്ടി എന്ന പേരാണ് മമ്മൂട്ടി ആയത് മാറി. മമ്മൂട്ടി ആയിപ്പോ ഒരു സിനിമാതന്റെ പേര് മമ്മൂട്ടി എന്നാണല്ലോ. അപ്പൊ ഈ മമ്മൂട്ടി എന്ന പേര് ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചതാണ്. പുള്ളി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, എനിക്ക് തുടക്കകാലം മൂപ്പര് പഠിച്ചിറങ്ങിയ സമയത്ത് എല്ലാവരും മുഹമ്മദ് കുട്ടി എന്ന പേര് വിളിച്ച് എന്താണ് മമ്മൂട്ടി എന്നായി. കുടുംബക്കാരും കൂട്ടുകാരൊക്കെ മമ്മൂട്ടി എന്ന് വിളിച്ചു. അപ്പൊ പുള്ളിക്ക് ആ സമയത്ത് എന്തായിരുന്നു, അത് ഭയങ്കര ഷെയ്മായിരുന്നു. എല്ലാവരും എന്തായാലും മമ്മൂട്ടി പേരെന്താന്ന് ചോദിച്ചാൽ മുഹമ്മദ് കുട്ടി എന്ന് പറയുമ്പോൾ അതൊരു കുഴപ്പമില്ല. പക്ഷെ മമ്മൂട്ടി എന്ന് പറയാൻ മൂപ്പർക്ക് തന്നെ എന്താണ് നാണം പോലെയായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ആളുകൾ മത്സരിച്ചാണ് പുള്ളിയെ വിളിക്കുന്നത്. മമ്മൂട്ടി അല്ലെ, മമ്മൂട്ടി എന്നൊക്കെ വിളിക്കാറുണ്ട്. ഞാൻ മൂപ്പരെ പ്രൊമോട്ട് ചെയ്യുന്നല്ല കേട്ടോ, ഞാൻ ആ പേരിന്റെ ഇത് പറഞ്ഞതാണ്. ഇന്നിപ്പോ മൂപ്പര് തന്നെ ചോദിക്കുമ്പോൾ വലിയ അഭിമാനത്തോടു കൂടി മമ്മൂട്ടി അല്ലെ. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തൊക്കെ പുള്ളീനെ പറ്റി മമ്മൂട്ടി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എന്തുമാവട്ടെ, വിഷയം അതല്ല. ഒരിക്കലും ഒരാളുടെ പേര് സൂട്ടാകുന്നത് അയാൾക്കൊരു സൗന്ദര്യമുണ്ട്, അയാൾക്ക് കാണാൻ കൊള്ളാം എങ്കിൽ അയാളുടെ പേര് നല്ല രസമാണ്. ഒരാളെ കാണാൻ കൊള്ളൂല എങ്കിൽ അയാൾക്ക് ഇടുന്ന പേരും കൊള്ളൂല. അങ്ങനെ ഒരു മനോഭാവം ഇന്ന് ചില ആളുകളിൽ ഉണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അബ്ദുൽ ഖാദിർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നതാണ് ഒരു പഴയ കാർന്നോര്. അപ്പൊ കാർന്നോമാർക്ക് ഇടേണ്ട പേരാണ് അബ്ദുൽ ഖാദിർ എന്ന ഒരു ചിന്താഗതി ഇന്നത്തെ സമൂഹത്തിൽ വന്നുപോയി. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. പറഞ്ഞു വന്നത് അബ്ദുൽ ഖാദിർ എന്ന പേര്, ഇതാണ് മഹാനവറുകളുടെ ഒറിജിനൽ പേര്. പിന്നെ ജീലാനി തങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും. അതെന്താണ്? അത് ഇന്നത്തെ ഇറാനിലുള്ള ജീലാൻ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് മഹാനവറുകൾ ജനിച്ചത്. അതുകൊണ്ട് ആ നാടിനോട് ചേർത്ത് ജീലാനി എന്ന് പറയപ്പെടുന്നു. മഹാനവറുകളുടെ ജനനം എപ്പോഴാണ്? അത് ഹിജ്റ 470 ക്രിസ്താബ്ദം 1077 പരിശുദ്ധമായ റമളാൻ 1 മഹാനവറുകൾ ജനിക്കുന്നത്. മഹാനവറുകളുടെ പിതാവിന്റെ പേര്, വാപ്പച്ചിയുടെ പേര് സയ്യിദ് അബൂ സ്വാലിഹ് മൂസ എന്നാണ് മഹാനവറുകളുടെ വാപ്പയുടെ പേര്. ഉമ്മയുടെ പേര് ഉമ്മുൽ ഖൈർ ഫാത്തിമ എന്നാണ് മഹാനവറുകളുടെ ഉമ്മയുടെ പേര്. 18 വയസ്സ് വരെ ഈ മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ്, ഈ മുഹീദ്ദീൻ എന്ന പേര് വരാൻ വേറൊരു കാരണമാണ്. മഹാനവറുകളെ ജീലാനി തങ്ങൾ എന്ന് പറയും, അബ്ദുൽ ഖാദിർ തങ്ങൾ എന്ന് പറയും, അതുപോലെ മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് പറയും. അങ്ങനെ പല പല പേരിൽ പലരും പറയാറുണ്ട്. അപ്പോൾ ഈ മുഹീദ്ദീൻ എന്ന പേര് വരാനുള്ള കാരണം വേറെ ഒരു കാരണമാണ്, ഇൻഷാ അല്ലാഹ് ശേഷം പറയാം. അപ്പൊ 18 വയസ്സ് വരെ മഹാനവറുകൾ എന്താണ്, തന്റെ ഉമ്മാടെ വാപ്പ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. അപ്പൊ ഉമ്മാടെ വാപ്പാടെ സംരക്ഷണം, വല്ലുപ്പാടെ സംരക്ഷണത്തിലും ഉമ്മാടെ സംരക്ഷണത്തിലുമാണ് വളർന്നത്. അപ്പൊ ഈ 18 വയസ്സ് വരെ ആടിനെ മേയ്ക്കാനും കൃഷിപ്പണി ചെയ്യാനൊക്കെയാണ് പോകുന്നത്. അങ്ങനെ മഹാനവറുകൾ ഒരിക്കലും ഇങ്ങനെ ഈ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മൃഗം തന്നെ മഹാനവറുകളോട് ഇങ്ങനെ പറയുന്നത് പോലെ തോന്നിയെന്നാണ്. ആ മൃഗം, മുമ്പിൽ നിൽക്കുന്ന മൃഗം ഇങ്ങനെ പറഞ്ഞു എന്നാണ്, നീ എന്നെ മേയ്ക്കാൻ വേണ്ടിയാണോ പടച്ചോൻ നിന്നെ അയച്ചത്?
ആ മൃഗം ഇങ്ങോട്ട് സംസാരിക്കുന്നത് പോലെ മഹാനവറുകൾക്ക് അനുഭവപ്പെട്ടു എന്നാണ്. അതിനുശേഷമാണ് പിന്നീട് വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ, വിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ പഠിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ത്വര ഉണ്ടാകുന്നത്. ശേഷം പഠനകാലം 33 വർഷം പഠിച്ചു എന്നാണ്. 33 വർഷം പല സ്ഥലങ്ങളിൽ ചെന്ന് പല ഉസ്താദുമാരെ കണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്നാണ്. 33 വർഷക്കാലം പഠനകാലമായിരുന്നു. പിന്നീട് പഠനം കഴിഞ്ഞ് കർമ്മരംഗത്തേക്ക് വന്നു. ആ പഠിച്ച കാര്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് 40 വർഷമായിരുന്നു. ബാഗ്ദാദിലാണ് മഹാനവറുകൾ വഫാത്തായി ഖബർസ്ഥാനുള്ളത്. 73 വർഷം മഹാനവറുകൾ ബാഗ്ദാദിൽ ഉണ്ടായിരുന്നു എന്നാണ്. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ഉമ്മാക്ക് 60 വയസ്സുള്ളപ്പോഴാണ് മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് ജനിക്കുന്നതെന്നാണ്. പിതാവ് ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയി. മഹാനവറുകളുടെ വഫാത്ത് നടക്കുന്നത് ഹിജറ 561-ലാണ്. അതായത് റബിയുൽ ആഖിർ 11-നാണ് വഫാത്ത്. അത് ക്രിസ്താബ്ദം 1165-നായിരുന്നു. വഫാത്തിന്റെ സമയത്ത് വയസ്സ് 91 ആയിരുന്നു. ഇറാഖിലുള്ള ബാഗ്ദാദിലാണ് മഹാനവറുകളുടെ ഖബർ ഷെരീഫ് ഉള്ളത്. ഇതാണ് മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റിയുള്ള ചെറിയ ഒരു ബയോഡാറ്റ. ഇനി വിശദീകരണത്തിലേക്ക് വന്നാൽ ഒരുപാട് പറയാനുണ്ട്. ഒന്നാമത് അദ്ദേഹത്തിന്റെ വാപ്പയുടെയും ഉമ്മയുടെയും പരമ്പര തന്നെ അത് നമുക്ക് പകരം വെക്കാനില്ലാത്ത പരമ്പരയാണ്. അത് തന്നെയാണ് മഹാനവറുകളെ ലോകം അറിയപ്പെടാനുള്ള വലിയൊരാളാക്കി മാറ്റിയതെന്നാണ്. എങ്ങനെ? മഹാനവറുകളുടെ ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര, നബി തങ്ങളുടെ വാപ്പ അബ്ദുള്ള തങ്ങളാണ്. ഈ അബ്ദുള്ള എന്നവരുടെ വാപ്പ അബ്ദുൽ മുത്തലിബാൻ. അബ്ദുൽ മുത്തലിബിന്റെ വാപ്പ ഹാഷിമാൻ. ഹാഷിമിന്റെ വാപ്പ അബ്ദുൽ മനാഫാൻ. അബ്ദുൽ മനാഫിന്റെ വാപ്പ കുസയ്യാൻ. കുസയ്യിന്റെ വാപ്പ കിലാബാൻ. ഇനി ഉമ്മയെടുത്താൽ നബി തങ്ങളുടെ ഉമ്മ ആമിന ബീബി. ആമിന ബീബിയുടെ വാപ്പ വഹബ്. വഹബ് എന്നവരുടെ വാപ്പ അബ്ദുൽ മനാഫ്. അബ്ദുൽ മനാഫ് എന്നവരുടെ വാപ്പ സുഹൈർ. സുഹൈർ എന്നവരുടെ വാപ്പ കിലാബ്. അപ്പോ ഈ നബി തങ്ങളുടെ വാപ്പയുടെയും ഉമ്മയുടെയും പരമ്പര ഇങ്ങനെ പോയി 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 അവസാനം മുട്ടുന്നത് എവിടെയാണെന്നറിയോ? നബി തങ്ങളുടെ ഉമ്മയുടെയും വാപ്പയുടെയും പരമ്പര ഇങ്ങനെ പോയി പോയി അവസാനം പോയി മുട്ടുന്നത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിലാണ്. അപ്പൊ നബി തങ്ങളുടെ പരമ്പര മുകളിലേക്ക് പോയാൽ ഇബ്രാഹിം നബിയിലാണ് പോയി മുട്ടുന്നത്. ഇനി നബി തങ്ങളുടെ പരമ്പര താഴേക്ക് വന്നാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങളുടെ മകളാകുന്ന ഫാത്തിമ ബീവി. ഫാത്തിമ ബീവിക്ക് 2 മക്കളുണ്ട്, പ്രധാനപ്പെട്ട അല്ലെ. ഒന്ന് ഹസൻ, 2 ഹുസൈൻ. അപ്പോ ഈ ഫാത്തിമ ബീവിയുടെ 2 മക്കൾ, ഹസൻ, ഒരു മകൻ ഹസൻ. ഹസൻ എന്ന ആ നബി തങ്ങളുടെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ പരമ്പര മക്കൾ ആ പരമ്പരയിലാണ് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ വാപ്പ വരുന്നത്, സയ്യിദ് അബൂ സ്വാലിഹ് മൂസ വരുന്നത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാകുന്ന ഫാത്തിമ ബീവിയുടെ മറ്റൊരു മകനാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര വന്നാണ് ഈ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ഉമ്മ വരുന്നത്, ഫാത്തിമ ഉമ്മുൽ ഖൈർ വരുന്നത്. അപ്പോ നബി തങ്ങളുടെ പരമ്പര മുകളിലേക്ക് പോയാൽ ഇബ്രാഹിം നബിയിൽ മുട്ടുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര ഇങ്ങോട്ട് താഴേക്ക് വന്നാൽ ഫാത്തിമ ബീവിയിലൂടെ, ഹസൻ തങ്ങളിലൂടെ, ഹുസൈൻ തങ്ങളിലൂടെ താഴേക്ക് വന്നാൽ അത് എവിടെ വരുന്നു മുട്ടുന്നു? അത് മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിൽ വന്ന് മുട്ടുന്നു. ഇനി ആ പരമ്പര താഴേക്ക് ഇനിയും വരുന്നുണ്ട്. അതിങ്ങനെ വന്ന് അവസാനം ഇമാം മഹദിയിലേക്ക് എത്തുന്നു. മഹദി ഇമാമിന്റെ വാപ്പ, മഹദി ഇമാമിന്റെ ഉമ്മ, അവരുടെ പരമ്പര ചെന്ന് മുട്ടുന്നത് ഈ ഹസൻ ഹുസൈൻ എന്ന ഫാത്തിമ ബീവിയുടെ മക്കളിലേക്കാണ്. അന്തൽ ഹസനിയ വൽ ഹുസനിയ കുൻത മഅ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ. അപ്പോൾ അതായത് ഹസൻ ഹുസൈൻ എന്ന ആ ഒരു സുന്ദരമായ നബി തങ്ങളുടെ പരമ്പര, ആ പരമ്പരയിലാണല്ലോ മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ നിങ്ങളുടെ വാപ്പയുടെയും നിങ്ങളുടെ ഉമ്മയുടെയും നിങ്ങളുടെ പരമ്പര പോയി മുട്ടുന്നത് എന്നൊക്കെ മഹാനായ ഷെയ്ഖ് ജിലാനി തങ്ങളെ പറ്റി പറയുന്ന ഗദ്യപദ്യങ്ങളിലൊക്കെ കാണാൻ പറ്റും.